Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon. Okay, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് OPD-യിലെ പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ നോക്കിയത് ജനറൽ പ്രോബ്ലംസ് ഏതൊക്കെയാണ്, സ്പെസിഫിക് പ്രോബ്ലംസ്, ദെൻ അതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിനിക്കൽ റെക്കോർഡ്സ്, OPD-യിൽ സൂക്ഷിക്കുന്ന ക്ലിനിക്കൽ റെക്കോർഡ്സുകൾ ഏതൊക്കെയാണ് എന്ന് പഠിച്ചു. ദെൻ നമ്മൾ പറഞ്ഞു ഒരു പേഷ്യന്റിന്റെ ഇൻഡോർ ആയിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന ഒരു പേഷ്യൻസിന്റെ റെക്കോർഡ്സ് നമ്മൾ മിനിമം 3 years വരെ അവിടെ നമ്മൾ സൂക്ഷിക്കണം. ഓക്കെ, അതുവരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ആണോ? ഓർമ്മയുണ്ടോ? അവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഓക്കെ, ഡെയിലി പഠിക്കുന്നവർക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? ഓക്കെ, ഡെയിലി വായിക്കാട്ടോ. മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതനുസരിച്ച് പഠിക്കുക. അതാത് എടുക്കുന്ന ക്ലാസ്സുകൾ ഡെയിലി അതാത് ദിവസം തന്നെ പഠിച്ചു പോവാം. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ ഇത് നോക്കുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ്. OPD അസിസ്റ്റന്റിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് OPD അസിസ്റ്റന്റ് നോക്കാം. ഫസ്റ്റ് വൺ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ആ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. OPD അസിസ്റ്റന്റ്, OPയിൽ നിൽക്കുമല്ലോ, ഡോക്ടറിന്റെ ഒക്കെ നിൽക്കില്ലേ അസിസ്റ്റന്റ്, കണ്ടിട്ടില്ലേ നിങ്ങള്? ജോബ് ഡോക്ടേഴ്സിന്റെ റൂമിലൊക്കെ നിൽക്കുന്ന OPD അസിസ്റ്റന്റ് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് അറേഞ്ച്മെന്റ്സ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ്സ് ഫോർ OPD. OPD-യിലേക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യമുള്ള ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങളൊക്കെ എന്ത് ചെയ്യുക, അറേഞ്ച്മെന്റ്സ് ചെയ്ത് വെക്കുകയാണ്. എന്തൊക്കെയാണ് OPD-യിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ? ചിലപ്പോൾ ഡോക്ടറിന്റെ റൂമിൽ വെക്കാനായിട്ട് റിപ്പോർട്ട് ടെമ്പറേച്ചറോ BP അപ്പാരറ്റസോ അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് വെക്കുക. രണ്ടാമതായിട്ട് പറയുന്നത് ഡയറക്റ്റിംഗ് ഓക്കെ, കേൾക്കണില്ല കാണണില്ല എന്നൊക്കെ പറഞ്ഞു. ജസ്റ്റ് ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നതാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എല്ലാവരും. ഓക്കെ, നോക്കാം. ക്ലിയർ അല്ലേ ഇപ്പോ? ഓക്കെ, സെക്കൻഡ് വൺ നോക്കാം കേട്ടോ. അടുത്ത പോയിന്റ് ഡയറക്റ്റിംഗ് patients from one place to other place inside the hospital. Directing patients from one place. പേഷ്യൻസിനെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡയറക്റ്റ് മീൻസ് നമ്മൾ വഴി കാണിച്ചു കൊടുക്കാന്നൊക്കെ പറയില്ലേ. ഇപ്പൊ പേഷ്യന്റിനോട് ചിലപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ പറയുന്നത് വിചാരിക്കാം. അപ്പൊ അവർക്കത് എവിടെയാണെന്ന് അറിയില്ല അല്ലേ? അപ്പൊ എവിടെയാണ് ലബോറട്ടറി എന്ന് അറിയാത്തവർക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് കാണിച്ചിട്ട് കൊടുക്കാം. ഷിഫ്റ്റ് ചെയ്യാനും മറ്റും കാണിച്ചിട്ട് കൊടുക്കാം. ഷിഫ്റ്റിംഗ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്കൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കാനൊക്കെ പറയും. ഇപ്പൊ നമ്മൾ ചോദിക്കാറില്ലേ, നമ്മൾ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ നമ്മൾ ചോദിക്കും, അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, സ്കാനിങ്, അപ്പൊ അത് ഏത് ഫ്ലോറിലാണ്, അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ നിൽക്കുന്ന OPയിൽ നിൽക്കുന്ന നഴ്സിനോടായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതൊന്ന് ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാണ്, അവരൊന്ന് ഹെൽപ്പ് ചെയ്യാണ്. ഓക്കെ, ഫസ്റ്റത്തെ പോയിന്റ് ആരോ ചോദിച്ചല്ലോ, ക്ലാസ് കേട്ടില്ല നോക്കാട്ടോ. ലേറ്റ് ആയിട്ടാണ് വന്നത്. ഫസ്റ്റ് പോയിന്റ് ഒന്നും കൂടി വായിക്കാം. ഇനി ആരെങ്കിലും ലേറ്റ് ആയിട്ട് വന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ്. ജോബ് OPD അസിസ്റ്റന്റിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് പറയുന്നത് അറേഞ്ച്മെന്റ്സ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ്സ് ഫോർ OPD. OPD-യിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാണ്.
അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോ ഡോക്ടറിന്റെ റൂമിലാണെങ്കിൽ ഇപ്പോ ടെമ്പറേച്ചർ നോക്കാനുള്ള തെർമോമീറ്ററും BP നോക്കാനുള്ള BP അപ്പാരറ്റസും എന്നിങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആണോ ഫസ്റ്റ് പോയിന്റ്? ദെൻ രണ്ടാമതായിട്ട് പറഞ്ഞത് directing patients from one place to other place inside a hospital. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഏതെങ്കിലും പല ഡിപ്പാർട്ട്മെന്റുകൾ, പറയാൻ പാടില്ലാത്ത ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ചിലപ്പോൾ ഫാർമസി എവിടെയാണെന്ന് അറിയില്ലായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിൽക്കുന്ന OP അസിസ്റ്റന്റിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഡയറക്ഷൻ കാണിച്ചു തരുന്നു, അല്ലെങ്കിൽ അവർ നമ്മളുടെ ഒപ്പം പോയിട്ട് നമ്മൾ കാണിച്ചു തരുന്നു, അല്ലെങ്കിൽ ഇന്ന ഫ്ലോറിലാണ്, ഇന്ന സൈഡിലാണ്, ഇന്ന സെക്ഷനിലാണെന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു. ഓക്കെ, മൂന്നാമതായിട്ട് പറയുന്നത് ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്. ആവശ്യമെങ്കിൽ നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത്. അതായത് എന്താ പറയാ, ഇപ്പൊ എക്സാമ്പിൾ ഇപ്പോ ഹോസ്പിറ്റലിലാവുമ്പോൾ പല രീതിയിലുള്ളത് എല്ലാവർക്കും തന്നെ നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ ആയിരിക്കോ? ആണോ? ഹോസ്പിറ്റലില് ഇന്നിപ്പോ കൂടുതലായിട്ടും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് തൊഴിലാളികളൊക്കെ ഉണ്ട് അല്ലെ, മലയാളികളല്ലാതെ തന്നെ ഒരുപാട് അല്ലെ, അങ്ങനെയുള്ള ഒരുപാട് തൊഴിലാളികളുണ്ട്. മീൻസ് ഇവിടെ നമ്മുടെ നാട്ടിൽ ജോലിക്ക് വേണ്ടി വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് ചിലപ്പോ മീൻസ് അറിയാൻ പറ്റില്ല, നമ്മൾ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നില്ലെങ്കിൽ അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാന്ന്, അതായത് മനസ്സിലാക്കി കൊടുക്കാന്ന്. അതായത് പല ഭാഷയിലുള്ളവരൊക്കെ വരുമല്ലോ ഹോസ്പിറ്റലില്, മലയാളം മാത്രം സംസാരിക്കുന്നവരാണോ വരുന്നത്? ആണോ? ചിലപ്പോ ഫോറിനേഴ്സ് വരും ഇല്ലേ. അപ്പോ അങ്ങനെ ആവശ്യമെങ്കിൽ റിക്വയർമെന്റ്, കേസ് ഓഫ് റിക്വയർമെന്റ്, അങ്ങനെ ആവശ്യമുള്ള സാഹചര്യത്തിലാണെങ്കിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ഇംഗ്ലീഷിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ നാലാമത്തെ പോയിന്റ്, പാസിംഗ് കേസ് ഷീറ്റ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്സ്. പേഷ്യന്റിന്റെ കേസ് ഷീറ്റ് അത് എന്ത് ചെയ്യാം, മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് അയക്കാന്ന്, പാസ് ചെയ്ത് കൊടുക്കാന്ന്. അതായത് പാസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ ഫയലിംഗ് സിസ്റ്റം ഒക്കെ ആയിരുന്നു, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഫയലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഫയൽ എന്ത് ചെയ്യും, ഈ നഴ്സസ് OP അസിസ്റ്റന്റ് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഡോക്ടറിന്റെ റൂമിൽ നിന്നും ചിലപ്പോൾ ലബോറട്ടറിയിലോട്ട് ടെസ്റ്റ് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഫയൽ എന്ത് ചെയ്യും, അവര് ലബോറട്ടറിയിലോട്ട് എത്തിക്കും, പാസ് ചെയ്യും. ഈ കാണാറില്ലേ നഴ്സുമാർ OP അസിസ്റ്റന്റുമാർ ഓടി നടക്കുന്നത് അല്ലെ, ഫാർമസിയിലേക്കാണെങ്കിൽ ഫാർമസിയിലോട്ട് ചെയ്ത് വിടും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കേസ് ഷീറ്റ് മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് പാസ് ചെയ്യുന്നത്. ഇന്ന് എങ്ങനെയാ പാസ് ചെയ്യുന്നത് കേസ് ഷീറ്റ്? ഇന്നെങ്ങനെയാ പാസ് ചെയ്യുന്നത്? ഇന്ന് ഫയൽ ഷീറ്റ് ആണോ? അത് ഫോളോ ചെയ്യുന്നവരുണ്ട് അല്ലെ. ഇന്നെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഡോക്ടറിന്റെ റൂമിൽ നിന്ന് ഡോക്ടർ നേരെ ലബോറട്ടറിയിലോട്ട് മെയിൽ ചെയ്യും, അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ എന്തൊക്കെയാണോ ടെസ്റ്റുകൾ അത് മെയിൽ ചെയ്യും. സോ അവരത് നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇന്ന് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. പഴയ കാലത്ത് നമ്മൾ കേസ് ഷീറ്റ് ആണല്ലോ, അതായത് ഫയലിംഗ് സിസ്റ്റം ഉണ്ടല്ലോ. ഈ ഫയലിംഗ് സിസ്റ്റം അവർ ഓരോ ഡിപ്പാർട്ട്മെന്റിലായിട്ട് ഫയൽ എത്തിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെങ്കിലോ കുറേ വർഷങ്ങൾക്ക് മുൻപ്, കുറേ കേട്ടോ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപൊക്കെ എങ്ങനെയാണ് നമ്മൾ ലബോറട്ടറിയിലോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലബോറട്ടറിയിൽ വരുമ്പോഴേക്കും അവിടെ നിന്ന് OP അസിസ്റ്റന്റ് വന്നിട്ട് എന്ത് ചെയ്യും, ലബോറട്ടറിയിൽ കൊണ്ടുവന്ന് നമ്മുടെ ചീട്ട് എത്തിച്ചിട്ടുണ്ടാവും ഇല്ലേ? ആണോ? ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളല്ലേ? യെസ്, ഒരാളെങ്കിലും പറഞ്ഞല്ലോ. ഓക്കെ, രണ്ടുപേരും പറഞ്ഞിട്ട്. ഓക്കെ. Then next one, explaining basic details like medicine, treatment, reason for waiting to the patients. പേഷ്യൻസിനോട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുന്നത്. എന്തൊക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ മെഡിസിന്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ട്രീറ്റ്മെന്റ്, ചികിത്സാപരമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് പേഷ്യൻസിന് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ദെൻ റീസൺ ഫോർ വെയിറ്റിംഗ് ടു ദ പേഷ്യൻസ്. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് അല്ലെ, നിങ്ങളിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാകും. നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ, ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിൽക്കുന്ന OP അസിസ്റ്റന്റിനോട് ചോദിക്കാറുണ്ട് അല്ലെ, ഇപ്പൊ കയറിക്കുന്ന നമ്പർ എത്രയാണ്, നമ്മുടെ നമ്പർ നമുക്കറിയാലോ അല്ലെ, നമ്മൾ ചോദിക്കാറില്ലേ അത്? ഇപ്പൊ കയറി ടോക്കൺ നമ്പർ എത്രയാണെന്ന് ചോദിക്കാറില്ലേ? എല്ലാവരും ചോദിക്കാറുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ഇനി അറിയാൻ ടൈം എടുക്കുമോ കയറാനായിട്ട് അല്ലെ, എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ചോദിക്കും. വെയിറ്റിംഗിന്റെ കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവരോട് ചോദിക്കുന്നു. സോ അവരത് നമുക്കതിനുള്ള മറുപടി നൽകുന്നു. Explaining basic details, medicines, treatment, reason for waiting to the patients. Okay. Then അടുത്ത point, assist to open new medical record.
പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്യാൻ. അതായത് ഇപ്പൊ ഒരു പുതിയൊരു പേഷ്യന്റ് വരുമ്പോൾ ആ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കാനായിട്ട് അസിസ്റ്റ് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു മെഡിക്കൽ റെക്കോർഡിൽ. ഓക്കെ. എൻഷുവർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു ഹോസ്പിറ്റലിലെ കസ്റ്റമർ. കസ്റ്റമർ ആരാണ് ഹോസ്പിറ്റലിലെ? പേഷ്യന്റ് ആണ് അല്ലെ? പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ മീൻസ് ഉറപ്പുവരുത്തുക, സംതൃപ്തി ഉറപ്പുവരുത്തുക. അതായത് അവരുടെ നല്ലൊരു സേവനവും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ലൊരു സംതൃപ്തി ഉറപ്പുവരുത്തുക. ഓക്കെ. ഇത്രയുമാണ് ഒരു OPD അസിസ്റ്റന്റിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ജോബ് റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടീസ് എന്ന് പറയാം. ഒരു പ്രാവശ്യം കൂടി വായിക്കാം കേട്ടോ. പോയിന്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അത് നോക്കാം, എന്നിട്ട് നമുക്ക് വായിക്കാം. Arrangements of necessary instruments for OPD. OPD-യിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകൾ അറേഞ്ച് ചെയ്ത് വെക്കുക. Directing patients from one place to other place inside the hospital. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ആ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പേഷ്യന്റിനെ ഒന്ന് ഡയറക്റ്റ് ചെയ്യാൻ കാണിച്ചു കൊടുക്കുക. ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ പേഷ്യന്റിന് മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിലോ മറ്റും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. പാസിംഗ് കേസ് ഷീറ്റ്സ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്. മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലോട്ട് കേസ് ഷീറ്റ് പാസ് ചെയ്യുക. എക്സ്പ്ലെയിനിങ് ബേസിക് ഡീറ്റെയിൽസ്. അടിസ്ഥാന വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക, വിശദീകരിക്കുക. മെഡിസിനെ കുറിച്ചോ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചോ. ദെൻ റീസൺ ഫോർ വെയിറ്റിംഗ്. അസിസ്റ്റ് ടു ഓപ്പൺ ന്യൂ മെഡിക്കൽ റെക്കോർഡ്സ്. പുതിയ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് ഓപ്പൺ ചെയ്യാൻ അസിസ്റ്റ് ചെയ്യുക. എൻഷുവർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. പേഷ്യൻസിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുക. ക്ലിയർ ആണോ? പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. മനസ്സിലാക്കി പഠിക്കാൻ, നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട, മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ. ഇനി ഒരു പ്രാവശ്യം വായിച്ചു നോക്കി. വായിക്കുമ്പോൾ തന്നെ മാക്സിമം ഒന്ന് പഠിച്ചു കൂടി എടുക്കാൻ ശ്രമിക്കാം. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെയാണോ എല്ലാവർക്കും? വായിച്ചിട്ട് പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആണോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ഒരു പിക്ചർ വന്നിട്ടുണ്ട്. ഒരു ടെക്സ്റ്റിൽ ഒരു പിക്ചർ വന്നിട്ടുണ്ടോ? രജിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ എനിക്ക് അറിയില്ല, വളരെ ചെറിയ അക്ഷരമായിരിക്കും. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോ നമ്മളൊരു രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ വരുന്ന നമ്മളുടെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽ എഴുതുന്ന ആ ഒരു സ്ക്രീനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതില് പേഷ്യന്റിന്റെ നെയിം, അതുപോലെ തന്നെ എന്താണ് രജിസ്ട്രേഷൻ ഡേറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ നെയിം, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, സെക്സ്, ദെൻ എന്തൊക്കെയാണ് മാരിറ്റൽ സ്റ്റാറ്റസ് കൊടുക്കും, പേഴ്സണൽ ആയിട്ടുള്ള പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ദെൻ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസിൽ പേഷ്യന്റിന്റെ അഡ്രസ്, സിറ്റി, അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് കൺട്രി, പിൻകോഡ്, കോണ്ടാക്ട് നമ്പർ കൊടുക്കും. ഹോസ്പിറ്റൽ ഡീറ്റെയിൽസിൽ അവര് ചെയ്യുന്നത് എന്തൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ടോ? വളരെ ചെറിയ അക്ഷരമാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് പോകുന്നുണ്ട്. കുഴപ്പമില്ല. ഓക്കെ, വായിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ചെറുതായിട്ടാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പ്രിന്റ് വെച്ചിട്ടാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോ പേഴ്സണൽ ആയിട്ടുള്ള ബുക്കിൽ ക്ലിയർ അല്ല, കുഴപ്പമില്ല, ഞാൻ വായിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതും. അതായത് പേഷ്യന്റിന്റെ പേര്, ID, പിൻ നമ്പർ, അല്ലെങ്കിൽ ഫോൺ നമ്പർ, പേഷ്യന്റിന്റെ അഡ്രസ്, ഏജ്, ബ്ലഡ് ഗ്രൂപ്പ്, മാരിറ്റൽ സ്റ്റാറ്റസ്, പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതുന്നു. ദെൻ നമ്മൾ എന്താണ് ഹോസ്പിറ്റൽ ഡീറ്റെയിൽസിനകത്ത് നമ്മളെ പേഷ്യൻസിന്റെ ഡോക്ടേഴ്സിന്റെ നെയിം എഴുതും. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മള്
ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ് കാണിക്കുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ പൾമണോളജി സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേര്, അങ്ങനെ ഡിപ്പാർട്ട്മെന്റും അവിടെ മെൻഷൻ ചെയ്യും. ദെൻ അതിന്റെ താഴെയായിട്ട് നമ്മള് പേഷ്യൻസിന്റെ നമ്മൾ ഡോക്ടർ ഓരോ ദിവസം വരുമ്പോൾ നമ്മൾ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ എടുക്കുമല്ലോ, ആ ഒരു ടൈമിലെ ഡീറ്റെയിൽസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് ക്ലിയർ അല്ല, ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ മെയിൻ ആയിട്ട് വരുന്നത്. പേഷ്യന്റിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും ദെൻ കുറച്ച് ഹോസ്പിറ്റൽ ഡീറ്റെയിൽസും അത്രേ ഉള്ളൂ. അതിൽ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഒരു മോഡൽ തന്നിരിക്കുന്നത് മാത്രം. ഓക്കെ, ക്ലിയർ അല്ല എന്നോർത്ത് വിഷമിക്കണ്ട, ജസ്റ്റ് ഒരു മോഡൽ തന്നതാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ അത്രയും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ് കേട്ടോ. ഈ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു സെക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഓക്കെ, പുതിയൊരു വ്യക്തിയാണ് കേട്ടോ. അപ്പൊ നമ്മള് OPD അസിസ്റ്റന്റിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഇനി നമ്മൾ ലാസ്റ്റ് നോക്കുന്ന ഒരു വ്യക്തിയാണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ അല്ലേ. അപ്പൊ ആ പേരിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും. ഗസ്റ്റ് റിലേഷൻ, ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ വീട്ടിൽ വിരുന്നാര് വരും അല്ലെ, ഗസ്റ്റ്. ഗസ്റ്റിന് നമ്മള് എന്താ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ പറയില്ലേ, റിലേഷൻ ഓഫീസർ. ആ ഒരു നോക്കാം. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ഓൾസോ നോൺ ആസ് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ്ലി നമ്മൾ എപ്പോഴും ചോദിച്ചു നടക്കുന്നുണ്ട്. ഈ ഗസ്റ്റ് റിലേഷനെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോ 2-3 പേര് പഠിക്കണം. എന്തൊക്കെയായിരുന്നു? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്നറിയപ്പെടുന്നു, ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ, ദെൻ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. 3 പേരും പഠിക്കണം. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഗസ്റ്റ് റിലേഷൻ ഓഫീസർ, ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ, ദെൻ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, ഈസ് എ കസ്റ്റമർ. ഇനി ആരാണ് ആ വ്യക്തി നോക്കാം. ഈസ് എ കസ്റ്റമർ സർവീസ് സെന്റേർഡ് എംപ്ലോയി who essentially breeds. കസ്റ്റമർ സർവീസ് സെന്റേർഡ് എംപ്ലോയി ആണെന്ന്, അതായത് പേഷ്യൻസിന് കൂടുതൽ പേഷ്യൻസിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു എംപ്ലോയി. പേഷ്യൻസ് സെന്റേർഡ്, പേഷ്യൻസിന്റെ കാര്യങ്ങളിൽ ഇടപെടുന്ന, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ എസെൻഷ്യലി ബ്രീഡ്, പേഷ്യൻസിനെ വെൽക്കം ചെയ്യുന്നതും ആയിട്ടുള്ള ഒരു വ്യക്തി. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പൊ അദ്ദേഹം ആരൊക്കെയാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോ ഫസ്റ്റ് വൺ പറഞ്ഞത് 3 പേരുകളാണ് അറിയപ്പെടുന്നത്. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ, ദെൻ ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് നോക്കാം കേട്ടോ. ജോബ് റെസ്പോൺസിബിലിറ്റീസ് കാണുമ്പോൾ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, പേടിക്കണ്ട, വളരെ എളുപ്പമാണ്, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. നമ്മള് 3 പോയിന്റ്സ് ഉണ്ടെന്ന് ഓർത്ത് നിങ്ങള് ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട, സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗസ്റ്റ് റിലേഷൻ റെപ്രസെന്റേറ്റീവ്സ് ആർ അവൈലബിൾ ടു അസിസ്റ്റ്. എക്സാമ്പിള് ജോബിന്റെ എക്സാമ്പിള് എന്താണ്, ക്ലിയർ ആയിട്ടോ, പറയാമോ എന്നാണോ? ഓക്കെ ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എക്സാമ്പിൾ തന്നെയാണ് ഈ റെസ്പോൺസിബിലിറ്റി. അതാണ് ഞാൻ അവിടെ ഒന്നും അധികം കൂടുതൽ പറയാതെ പോയത്. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് റെസ്പോൺസിബിലിറ്റീസിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. ഗസ്റ്റ് റിലേഷൻ റെപ്രസെന്റേറ്റീവ്സ് ആർ available to assist the patients and families by answering questions, explaining hospital policies, customer service, and helping to resolve issues related to hospital service. അതായത് പേഷ്യൻസിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി. ഓക്കെ, നമ്മുടെ പേഷ്യൻസിന്റെ വിവരങ്ങള് നമുക്ക് പേഷ്യൻസിന് അവരോട് എന്ത് വേണമെങ്കിലും ഇദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാവുന്ന, നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു വ്യക്തി. ഫസ്റ്റ് വൺ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി പറയുന്നത് എന്താണ്? അസിസ്റ്റ് പേഷ്യൻസ് ആൻഡ് ഫാമിലി. അസിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്യാന്ന്. പേഷ്യൻസിനെയും പേഷ്യൻസിന്റെ ഫാമിലിയെയും അസിസ്റ്റ് ചെയ്യുന്നു. എങ്ങനെയൊക്കെ? ബൈ ആൻസറിങ് ക്വസ്റ്റ്യൻസ്. പേഷ്യൻസിനോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർക്കോ പേഷ്യൻസിന്റെ ഫാമിലിക്കോ
ആ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചോ ഹോസ്പിറ്റലിനെ കുറിച്ചോ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം, അതിനുള്ള ആൻസർ കൊടുക്കുക. എക്സ്പ്ലൈനിങ് ഹോസ്പിറ്റൽ പോളിസീസ്, ഹോസ്പിറ്റലിന്റെ നയങ്ങൾ പോളിസികളെ കുറിച്ചിട്ട് എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. Then customer service and helping to resolve issues related hospital service, ഹോസ്പിറ്റലിൽ നൽകുന്ന സേവനങ്ങളുമായിട്ട് ഈ പേഷ്യന്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സൗകര്യക്കുറവോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് റിസോൾവ് ചെയ്ത് കൊടുക്കുക. പേഷ്യൻസിന്റെ കൂടെ നിൽക്കാണ്, പേഷ്യൻസിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുക, അതിനെ പരിഹരിക്കുക, പേഷ്യന്റിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക, അതിനുള്ള ആൻസർ കൊടുക്കുക. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ്, അതായത് പേഷ്യന്റും ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് പറയുന്നത്. പേഷ്യൻസ് എന്റേതാണ്, കസ്റ്റമർ സർവീസ് എന്റേത്. അതായത് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? പേഷ്യന്റ് ആണ്. അപ്പൊ പേഷ്യൻസ് എന്റേതാണ്. നമ്മുടെ ഒപ്പം പേഷ്യന്റിന്റെ ഒപ്പം നിൽക്കുന്ന വ്യക്തി പേഷ്യന്റിന് എന്ത് വേണമെങ്കിലും അദ്ദേഹത്തോട് പറയാം. ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ ആ പ്രോബ്ലം പറയാം, അത് റിസോൾവ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആണോ? ഫസ്റ്റത്തെ പോയിന്റ് ഓക്കെ ആണ് എല്ലാവരും? ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. അറ്റൻഡ് inquiries requested by the guest, customers or foreign patients regarding facilities provided and everything else. അതായത് attend to inquiries requested by the guest. Inquiries എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യങ്ങൾ, ഗസ്റ്റുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ആവശ്യങ്ങൾ അറ്റൻഡ് ചെയ്യാന്ന്. അതായത് എക്സാമ്പിൾ ഒരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ പേഷ്യൻസിന്റെയും അതുപോലെ തന്നെ ഇപ്പൊ ഫോറിൻ പേഷ്യൻസ് ഒക്കെ വരും, ഫോറിനേഴ്സ് ഒക്കെ വരും. അപ്പോൾ ചിലപ്പോ അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വേണമായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ അതിന് അറ്റൻഡ് ചെയ്യാന്ന്. ഇപ്പൊ പേഷ്യൻസിന്റെ ആണെങ്കിലും മേ ബി ഫോറിൻ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അവരുടെ ഫുഡിന്റെ കാര്യങ്ങളിലോ അങ്ങനെ മറ്റെന്തെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് എന്തെങ്കിലും മീൻസ് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആവശ്യങ്ങൾ, ഇൻക്വയറീസ് എന്ന് വെച്ചാൽ ആവശ്യങ്ങളാണ്. അവര് റിക്വസ്റ്റ് ചെയ്യുന്ന ഗസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുന്ന ആവശ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക എന്ന്. അത് മനസ്സിലാക്കി അതിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക പേഷ്യൻസിനും. ഓർ ഫോറിൻ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ. ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്കാം. Check if adequate welcome facilities are available for everyone whose arrival is on the list. അതായത് ഹോസ്പിറ്റലിലേക്ക് ലിസ്റ്റിലുള്ള ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് അന്നത്തെ ദിവസം വരുന്ന വ്യക്തികളെ എന്ത് ചെയ്യുക, വെൽക്കം ചെയ്യാന്. അറൈവലിൽ എന്ത് ചെയ്യുക, ആ ദിവസം ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്ന വ്യക്തികളെ പേഷ്യൻസിനെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യാന്ന്. ഗ്രീറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ, നമ്മൾ ഹോസ്പിറ്റലിൽ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കുറച്ച് വ്യക്തികളൊക്കെ ഉണ്ടാവും. ആ വ്യക്തികളൊക്കെയാണ് ഈ പറഞ്ഞ പേഷ്യന്റ് റിലേഷൻ അല്ലെങ്കിൽ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അതായത് നമ്മളെ വരുന്ന പേഷ്യൻസിനെ വെൽക്കം ചെയ്യാനാണ്. പിന്നെ അദ്ദേഹമാണ് പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സോ adequate welcome facility are available for everyone whose arrival on the list. ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അപ്പോയിന്റ്മെന്റ് എടുത്തവരൊക്കെ ഉണ്ടാവുമല്ലോ. ആ വരുന്ന പേഷ്യൻസിനെയൊക്കെ എന്ത് ചെയ്യുക, വെൽക്കം ചെയ്യുക. ഓക്കെ. വെൽക്കം ചെയ്തിട്ട് ആ പേഷ്യൻസിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണല്ലോ? കുഴപ്പമില്ലല്ലോ? വെൽക്കം ചെയ്യാവുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഓരോ ദിവസം അപ്പോയിന്റ്മെന്റ് എടുത്ത് ആ ദിവസം വരുന്ന പേഷ്യൻസുകൾക്ക് വെൽക്കം ചെയ്തിട്ട് മീൻസ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാം, വെൽക്കം ചെയ്യുക. ദെൻ അവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അവർക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. നാലാമത്തെ പോയിന്റ്, അറ്റൻഡ് ടു VIP. VIP ഫുൾ ഫോം അറിയാലോ, വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ വിത്ത് മോർ അറ്റൻഷൻ. ഇനി ഹോസ്പിറ്റലിലേക്ക് വരുന്ന VIP പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി മോർ അറ്റൻഷൻ കൊടുക്കാണ്, കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കാണ്. VIP പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? എക്സാമ്പിൾ പറയാമോ? ഹോസ്പിറ്റലിൽ വരുന്ന VIP പേഷ്യൻസ് ആരൊക്കെയാണ്? VIP പേഷ്യൻസ് രാഷ്ട്രീയ നേതാക്കന്മാര് അല്ലെ, മന്ത്രിമാരുണ്ടാവും, ഉന്നത എന്താ പറയാ നേതാക്കന്മാര്, അതുപോലെ തന്നെ ഫിലിം ആക്ടേഴ്സ്, അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് എന്താ പറയാ
ഒരു VIP എന്നുള്ള രീതിക്ക് അവർക്ക് എന്താണ് മിനിസ്ട്രി ലെവലില് അല്ലെ അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടി അവർക്ക് പ്രൊട്ടക്ഷനും കാര്യങ്ങളും ചിലപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള കുറച്ച് മോർ അറ്റൻഷൻ കൊടുക്കാന്ന് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? എക്സാമ്പിൾ ഏതാ പറയാ? സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ? ഏറ്റവും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പറയാ ഫിലിം പെട്ടെന്ന് പേര് കിട്ടുന്നില്ലല്ലോ. മോർ അറ്റൻഷൻ കൊടുക്കുന്നത് മിനിസ്ട്രി സിനിമ MLA MP അവർക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കും കുറച്ചും കൂടി. നോർമൽ ഒരു പേഷ്യന്റിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് കൂടുതൽ പോലീസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കും ഇല്ലേ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു CID മൂസ ഫിലിം കണ്ടിട്ടുണ്ടോ? കാണാത്തവരാരും ഉണ്ടാവൂല. യെസ്. ഹന്ന ഞാൻ പറയണതിന് മുമ്പാണോ പറഞ്ഞത്? ഹന്ന ആദ്യം ടൈപ്പ് ചെയ്ത് തോന്നണല്ലേ? ഓക്കെ. പെട്ടെന്ന് എടുത്തു പറയാൻ പറ്റുന്നത് അതാണല്ലോ ഫിലിം CID മൂസയില് അല്ലെ? എനിക്ക് തോന്നുന്നു മിനിസ്റ്റർ ആണോ? മിനിസ്റ്റർ ആണോ? CM ആണോ? മിനിസ്റ്റർ ഓക്കെ ആരെങ്കിലും ഒക്കെ ഉള്ളട്ടെ അല്ലെ? രാഷ്ട്രീയ നേതാവാണ്. സോ അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോൾ അറിയാലോ എങ്ങനെയാണ് വൻ സുരക്ഷയൊക്കെയാണ് അല്ലെ? പുറത്ത് പോലീസ് പ്രൊട്ടക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇല്ലേ? അപ്പൊ നമ്മൾ നോർമൽ ഒരു പേഷ്യന്റിനേക്കാൾ കൂടുതലായിട്ട് VIP പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? മോർ അറ്റൻഷൻ കൊടുക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവിടെ നോക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ഒന്ന് നോക്കാം. ക്ലിയർ ആയില്ല എക്സാമ്പിൾ പറഞ്ഞപ്പോ? ക്ലിയർ ആണോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ അഞ്ചാമത്തെ നോക്കാം കേട്ടോ. CM ആണല്ലേ? ഓക്കെ ഓക്കെ. CM ആണോ? എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. ഓക്കെ. Then maintain a polite and humble personality while attracting to the guest. Maintain a polite and humble personality. ഈ പേഷ്യന്റിനോട് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഹംബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം ഗസ്റ്റിനോട് കാണിക്കാൻ അല്ലെ? വളരെ എന്താ പറയാ നല്ലൊരു പൊളൈറ്റ് ആയിട്ട് ഏറ്റവും ഭയങ്കര കുലീനമായിട്ടെന്നൊക്കെ പറയില്ലേ? ഭയങ്കര എളിമയോട് കൂടിയിട്ടായിരിക്കണം പേഷ്യൻസിനോട് അല്ലെങ്കിൽ ഗസ്റ്റിനോട് അറ്റൻഡ് ചെയ്യേണ്ടത്. ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്ന്. അതായത് വളരെ റഫ് ആയിട്ടൊന്നും പെരുമാറാൻ പാടില്ല. മാക്സിമം എത്രത്തോളം സിമ്പിൾ ആവാൻ എളിമയോട് കൂടി നിൽക്കാം ഒരു രീതിയിൽ തന്നെ വേണം നമ്മള് പേഷ്യൻസിനോട് ഇദ്ദേഹം ബിഹേവ് ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ. ഫസ്റ്റത്തെ 5 പോയിന്റ് ആണ് നമ്മൾ വായിച്ചത്. 5 പോയിന്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓരോ പോയിന്റും ഞാൻ പറഞ്ഞതുപോലെ മനസ്സിലാക്കി വായിക്കണം. ഓക്കെ. 5 പോയിന്റ് വായിച്ചു നോക്കിയേ. ഇനി 5 എണ്ണത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അഞ്ചാമത്തെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടോ? 5 വരെ നോക്കിയിട്ടുണ്ടേ നോക്കാം. മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഹോസ്പിറ്റലിലേക്ക് അന്നത്തെ ഒരു ദിവസം അപ്പോയിന്റ്മെന്റ് എടുത്ത് ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. ഒരു ദിവസം അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുള്ള പേഷ്യൻസുകൾ വരുമ്പോ അവരെന്ത് ചെയ്യാം? വെൽക്കം ചെയ്യുക. നല്ലൊരു ഇതുപോലെ ഹംബിൾ ആയിട്ട് എളിമയോട് കൂടിയിട്ട് ഒരു പുഞ്ചിരിയോട് കൂടിയൊക്കെ എന്ത് ചെയ്യാം? വെൽക്കം ചെയ്യുക. രണ്ടാമത്തെ എന്തായിരുന്നു? ഇപ്പോ കസ്റ്റമേഴ്സ് പേഷ്യൻസിന്റെ ആവശ്യങ്ങളോ മേ ബി ഫോറിൻ പേഷ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ അവരുടെ ഇൻക്വയറീസ് ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ഫെസിലിറ്റി സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ചെയ്തോ? ഫസ്റ്റ് 5 പോയിന്റ്
ക്ലിയർ ആണോ വായിച്ചിട്ട്? ഓക്കെ ആണോ? എളുപ്പമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ളതല്ലേ? ഓക്കെ, നെക്സ്റ്റ് 6ാമത്തെ പോയിന്റ് നോക്കാം കേട്ടോ. Provide a detailed description of all the information that can be potentially asked for along with the document needed. Provide detailed ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാണ്. അതായത് detailed description of all information that can be potentially asked for along with the document needed. അതായത് നമ്മൾ രേഖകൾക്കൊപ്പം എല്ലാ വിവരങ്ങളും ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കുമല്ലോ, ആ ഡോക്യുമെന്റ്സിന്റെ ഒപ്പം എല്ലാ രേഖകളും കൊടുക്കണമെന്ന്. എക്സാമ്പിൾ പറയാം, അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക്. അതായത് മേ ബി നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോ അഡ്മിറ്റ് ആയെന്ന് വിചാരിക്കട്ടെ. സോ നമ്മൾ അഡ്മിറ്റ് ആയി ഡിസ്ചാർജ് ചെയ്തിട്ട് കഴിയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണം, വേറൊരു ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലും നമ്മൾ ചിലപ്പോൾ ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് റിസൾട്ട് ഒക്കെ നമ്മൾ ചോദിക്കും അല്ലെ. നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ അതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളും, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ലബോറട്ടറിയിൽ നിന്ന് എന്തെങ്കിലും റിസൾട്ടുകൾ കിട്ടാനുണ്ടോ, സ്കാനിങ്ങിന്റെ സെക്ഷനിൽ നിന്ന് റിസൾട്ടുകളൊക്കെ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ വിവരങ്ങളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാണ്. ഇദ്ദേഹമാണ് അവർക്ക് ടെസ്റ്റ് റിസൾട്ട് ഒക്കെ കിട്ടാനുണ്ടെങ്കിൽ പേഷ്യന്റ് എന്ത് ചെയ്യും, ഇദ്ദേഹത്തോട് പറയും ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല. സോ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഉത്തരവാദിത്വം ആരുടെയാണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെയാണ്. ക്ലിയർ ആണോ? ആ പോയിന്റ് അങ്ങനെയാണ് കേട്ടോ. നോക്കിയേ, provide a detailed description of all information that can be potentially asked for along with the document needed. ഡോക്യുമെന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇൻഫോർമേഷൻസ് ഡോക്യുമെന്റ്സുകൾ കൃത്യമായിട്ട് പേഷ്യൻസിനെ ഏൽപ്പിക്കുകയാണ്. അതായത് പേഷ്യൻസ് ആവശ്യപ്പെടുമ്പോൾ, അതായത് ഇപ്പോ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലെ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ടെസ്റ്റ് റിസൾട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അത് അവർക്ക് കാണിച്ചു കൊടുക്കും. Then അടുത്ത പോയിന്റ്, take care of each and everything the guest might need and for to avoid a last minute rush. എന്താണ് പറയുന്നത്? ഇത് നമ്മളുടെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഒരു സംഭവമാണ്. അതെ പറയാം, take care of each and everything the guest might need and for to avoid last minute rush. അല്ലെ, അതായത് ഈ ഗസ്റ്റിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെ, നമ്മുടെ ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് ലാസ്റ്റ് നിമിഷത്തേക്ക് വെക്കാൻ പാടില്ലാന്ന്. അതായത് എന്താണ്, അവസാന നിമിഷത്തെ തിരക്കൊഴിവാക്കാനായിട്ട്, അതായത് പറയുന്നത് കാര്യങ്ങൾ എന്താ പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണ് അദ്ദേഹം. അല്ലാതെ ലാസ്റ്റ് മിനിറ്റ് അല്ലെങ്കിൽ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആവും, ചിലപ്പോൾ എല്ലാ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിന്. സോ എല്ലാ കാര്യങ്ങളും ഒരു പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണ്. എക്സാമ്പിൾ പറയാം കേട്ടോ. എക്സാമ്പിൾ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോ നിങ്ങളെ സംബന്ധിച്ച് പറയട്ടെ, നമ്മളല്ലല്ലോ അല്ലെ. അതായത് ഇപ്പൊ നിങ്ങൾ എക്സാമിന് പഠിക്കുമ്പോൾ നമ്മൾ പറയാം അല്ലെ, എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് പഠിക്കില്ല, ഡെയിലി അന്ന് എടുക്കുന്ന കാര്യങ്ങൾ പഠിക്കില്ല. ദെൻ എപ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്? ചിലപ്പോൾ സ്റ്റഡി ലീവും കിട്ടും, 1 മാസം 2 മാസം സ്റ്റഡി ലീവും കിട്ടും, എന്നാലും നമ്മൾ പഠിക്കില്ല. നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യും, എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട് തലേ ദിവസം പഠിക്കും, അല്ലെങ്കിൽ 1-2 ദിവസം മുന്നായിരിക്കും പഠിക്കുന്നത്, ഏറ്റവും ലാസ്റ്റ് അല്ലേ. അങ്ങനെ ചെയ്യുന്നവരാരുമില്ല. എല്ലാവരും പ്രോപ്പർ ആയിട്ട് പഠിക്കുന്നവരാണോ? എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം അല്ലേ. ഓക്കെ, അപ്പോ നമ്മൾ പറയുന്നത്, അപ്പൊ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റത്തെ റഷ് ഒഴിവാക്കാന്ന്. റഷ് എന്ന് വെച്ചാൽ എന്താണ്? ഈ അവസാന നിമിഷം എല്ലാം കൂടി വരിക എന്ന് പറയില്ലേ, ഒരു ബഹളം ഒറ്റയ്ക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ. സോ അദ്ദേഹത്തിന് ഇത്രയും ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട്. ആ ഡ്യൂട്ടീസുകൾ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യണമെന്ന്. എല്ലാം കൂടി ലാസ്റ്റ് നിമിഷത്തേക്ക് ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ചേക്കാൻ പാടില്ല. നിങ്ങളെ പോലെ നിങ്ങൾ അങ്ങനെയാണോ? ഇപ്പൊ ഈ കൂട്ടത്തിൽ എനിക്കറിയാം വളരെ കുറേ പേരുണ്ടാകും, എക്സാം ആയിട്ടില്ലല്ലോ, ഇനി ഉണ്ടല്ലോ ടൈം പഠിക്കാലോ, സ്റ്റഡി ലീവ് ഒക്കെ തരുമായിരിക്കും, അല്ലെങ്കിൽ തലേ ദിവസം പഠിക്കാം, അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെയാണ്. പിന്നെ എന്താണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണല്ലോ. എത്ര പേര് ചിന്തിക്കുന്നുണ്ട് ഈ കൂട്ടത്തില്? സത്യസന്ധമായിട്ട് പറയുന്നവരുണ്ടോ? യെസ്, സത്യസന്ധമായിട്ട് പറഞ്ഞോ. അനു മാത്രമല്ല, ബാക്കി കുറെ പേര് അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ആളുകളുണ്ട്, ഉണ്ടല്ലോ. ഇല്ലാന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല അല്ലെ. യെസ്, അപ്പൊ അങ്ങനെ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആ മനസ്സിൽ നിന്ന് അതങ്ങനെ എടുത്ത് കളഞ്ഞേക്കും. ഡെയിലി പഠിക്കുക, മാക്സിമം പറ്റുന്ന പോലെ ഡെയിലി പഠിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. മാർക്ക് മാത്രമല്ലല്ലോ ഇവിടെ പ്രധാനം. എന്താ, നമുക്കൊരു ജോബിലോട്ട് കയറണം. ചുമ്മാ ടൈം പാസിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ കോഴ്സ് എടുത്തിരിക്കുന്നത്?
അല്ല, നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു ജോബ് വേണം അല്ലേ? അപ്പൊ അതിനെ മുൻനിർത്തിക്കൊണ്ട് പഠിക്കുക കേട്ടോ. അപ്പോ ലാസ്റ്റ് നിമിഷത്തേക്ക് തലേന്ന് പഠിക്കാന്ന് വെച്ചിരിക്കുന്ന ആളുകളൊക്കെ ഇന്ന് തന്നെ ആ ഒരു ഡിസിഷൻ മാറ്റാം, ഡെയിലി പഠിക്കാം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ, വളരെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യണില്ല. ക്ലിയർ ആണല്ലോ ആ പോയിന്റ്? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. Next point, check the amenities. Check the ഇതായിരുന്നു ടേക്ക് കെയർ അല്ലേ നമ്മൾ പഠിച്ചത്, പറഞ്ഞത് ഇപ്പോ ഉടൻ വരെ അല്ലേ പറഞ്ഞു നിർത്തിയത്? ടേക്ക് കെയർ അല്ലേ ഇപ്പൊ പറഞ്ഞത് ലാസ്റ്റ് വൺ? ഓക്കെ, വളരെ ചെറുതായിട്ടാണ് പെട്ടെന്ന് നോക്കിയപ്പോ പോയിന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം കേട്ടോ. Check the amenities for their quality and proper provision to leave no ground for complaints. എന്താണ് പറയുന്നത് നോക്കാം. അമ്യൂണിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മീൻസ് സൗകര്യങ്ങൾ, അതായത് പരാതികൾക്ക് മീൻസ് പരാതികളും സൗകര്യങ്ങളും ഗുണനിലവാരങ്ങളും പരിശോധിക്കണമെന്ന്. ഹോസ്പിറ്റലിൽ നമ്മൾ പ്രോപ്പർ പ്രൊവിഷൻ ടു ലീവ് നോ ഗ്രൗണ്ട് ഫോർ കംപ്ലൈന്റ്സ്, പരാതികളൊന്നും വരാതിരിക്കാനായിട്ട് അവിടുത്തെ ക്വാളിറ്റി അല്ലെ, ക്വാളിറ്റിയും അവിടുത്തെ സൗകര്യങ്ങളൊക്കെ പരിശോധിക്കണമെന്ന്. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ പല ഹോസ്പിറ്റലുകളിലും ചിലപ്പോൾ സൗകര്യങ്ങളുടെ കുറവുണ്ടാവും. നമുക്ക് പല പോരായ്മകൾ തോന്നിയേക്കാം. എന്തൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട്? ഇപ്പൊ ഒരു അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ്, നമുക്ക് കൂടുതലും അഡ്മിറ്റ് ആയിട്ട് കിടക്കുമ്പോഴാണ് കുറെ പോരായ്മകൾ തോന്നും ഇല്ലേ? എന്തൊക്കെയാണ് ഈ പോരായ്മകൾ വരുമ്പോഴാണ് നമുക്ക് കംപ്ലൈന്റ്സിലോട്ടൊക്കെ എത്തുന്നത് അല്ലെ? നമ്മൾ പരാതി പറയും, ഫാൻ ചിലപ്പോൾ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ എന്തൊക്കെയാണ്? ചിലപ്പോ ബാത്റൂം ഒന്നും വലിയ ക്ലീനിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, റൂംസ് ക്ലീനിങ് ഫെസിലിറ്റികൾ ഉണ്ടാവില്ല, ഫെസിലിറ്റികളൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇങ്ങനെയുള്ള പല പല നമ്മുടെ സൗകര്യങ്ങളുടെ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇതിലൊന്നും കംപ്ലൈന്റ് വരാതിരിക്കാൻ ചിലപ്പോ ബൈസ്റ്റാൻഡർ ഇരിക്കാനുള്ള ചെയർ ഉണ്ടാവില്ല ഇല്ലേ? സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഈ പരാതികൾ വരാതിരിക്കാനായിട്ട് ബെഡിന്റെ പ്രശ്നം ഉണ്ടാകും ഇല്ലേ? അപ്പോ പരാതികൾ കംപ്ലൈന്റ്സ് വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇദ്ദേഹം ചെക്ക് ചെയ്യണമെന്ന്. അമ്യൂണിറ്റി സൗകര്യങ്ങളും അതുപോലെ തന്നെ എന്താണ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. റൂമിലൊക്കെ ഒന്ന് പോയി പരിശോധിക്കുക. പേഷ്യന്റിന് കംപ്ലൈന്റ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത പോയിന്റ്, എൻഷുർ മെയിൻ്റനൻസ് ഓഫ് പ്രോപ്പർ ഇൻഫോർമേഷൻ ഇൻ ഡാറ്റാബേസ്. ഡാറ്റാബേസിൽ പ്രോപ്പർ ആയിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുകയാണ്. അതായത് കമ്പ്യൂട്ടറിൽ നമ്മൾ ഡാറ്റാബേസ് പേഷ്യൻസിന്റെ വിവരങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് കൊടുക്കുകയാണ് ഇൻഫോർമേഷൻസ്. Then work in close contact with the manager and get in the touch with him whenever needed. ഹോസ്പിറ്റലിലെ മാനേജറായിട്ട് ഒരു ക്ലോസ് കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. എപ്പോ? ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം വെനെവർ നീഡഡ്, ആവശ്യമുള്ളപ്പോൾ എന്തെങ്കിലും കോണ്ടാക്ട് ഒക്കെ ചെയ്യാവുന്ന, അതായത് നല്ലൊരു കോണ്ടാക്ട്, ക്ലോസ് കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന് ഇപ്പോ അദ്ദേഹത്തിന് എന്തെങ്കിലും മീൻസ് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാനേജറോട് ചോദിക്കാം. ഒരു നല്ലൊരു കോണ്ടാക്ട് ഉണ്ടായിരിക്കുക. ലാസ്റ്റ് വൺ, having true knowledge of hospital, medical and non-medical departments and its functioning. അല്ലെ, അദ്ദേഹത്തിന് നല്ലൊരു അറിവുണ്ടായിരിക്കണം ഹോസ്പിറ്റലിലെ മെഡിക്കൽ പരമായിട്ടും നോൺ മെഡിക്കൽ പരമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സുകളെ കുറിച്ചിട്ട് അറിവുണ്ടായിരിക്കണം. എന്തൊക്കെയാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്, നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്. നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പഠിക്കുന്നത് ഒരു ഹോസ്പിറ്റലിലെ കംപ്ലീറ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്ററിലൂടെ ഈ ഡിപ്പാർട്ട്മെന്റ്സുകൾ, ദെൻ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ലല്ലോ? സ്റ്റാർട്ട് ചെയ്തോ? ഉണ്ടോ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ? ഓക്കെ, കുഴപ്പമില്ല. അതായത് ഹോസ്പിറ്റലില് മെഡിക്കൽ പരമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, നോൺ മെഡിക്കൽ പരമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. മെഡിക്കൽ പരമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, മെഡിക്കൽ പരമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ്? പെട്ടെന്ന് കമന്റ് ചെയ്തേ. എന്തൊക്കെയാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ എന്ന് പറയുന്നത്? ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ്സുകൾ, ലബോറട്ടറി പറയാം, ഫാർമസി പറയാം, പിന്നെ എന്തൊക്കെയാണ് എക്സ്റേ പറയാം, സ്കാനിങ് പറയാം അല്ലേ, സ്പെഷ്യാലിറ്റി, അങ്ങനെയുള്ള മെഡിക്കൽ പരമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ. ഇനി നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ്?
ചികിത്സയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ് ഹോസ്പിറ്റലില്? റിസപ്ഷൻ, ബില്ലിംഗ്, ഇൻഷുറൻസ്, ദെൻ ഹോസ്പിറ്റലിലെ തന്നെ ഹൗസ് കീപ്പിംഗ് ഏരിയ അല്ലെ, ലോണ്ടറി, അങ്ങനെയുള്ള ഏരിയകൾ. ക്ലിയർ ആയില്ലേ ഇപ്പോ? അപ്പോ മെഡിക്കലിനെ കുറിച്ചും അല്ലെങ്കിൽ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് പറയുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കി നമ്മള്. തോന്നുന്നു ഫസ്റ്റ് 5 അല്ലേ വായിച്ചത്? ഓക്കെ, 6, 7, 8. ഇനി നെക്സ്റ്റ് അടുത്ത 5 പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മനസ്സിലാക്കി വായിക്കണേ. അടുത്ത 5 പോയിന്റ്. ലാസ്റ്റ് വൺ ആണോ? ലാസ്റ്റ് വൺ ആണ് പറഞ്ഞത്. ലാസ്റ്റ് വൺ പറയുന്നത് ഹോസ്പിറ്റലിലെ അല്ല. ലാസ്റ്റ് വൺ അല്ല, വർക്ക് ഇൻ ക്ലോസ് കോണ്ടാക്ട് ആണോ? ഓക്കെ. അതായത് ഹോസ്പിറ്റലിന്റെ മാനേജറായിട്ട് നല്ലൊരു കോണ്ടാക്ട് ഉണ്ടായിരിക്കണം എന്ന്. അതായത് അദ്ദേഹത്തിന് വെനെവർ നീഡഡ് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ, സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് സഹായം തേടണമെങ്കിൽ മാനേജറോട് ചോദിക്കാവുന്ന. അപ്പൊ മാനേജറായിട്ട് നല്ലൊരു കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. ഇത്രയോട് കോണ്ടാക്ട് വേണം. അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോ അദ്ദേഹത്തിന് സംസാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ മാനേജറോട് ചോദിക്കാം. 9ാമത്തെ ആണോ? അതായത് പ്രോപ്പർ ഇൻഫോർമേഷൻ ഡാറ്റാബേസ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ നമ്മൾ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള വിവരങ്ങൾ, അത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ചെയ്യുക. ഇമ്പോർട്ടന്റ് ആണോ എന്ന്? ഏതാണ് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിക്കുന്നത്? റെസ്പോൺസിബിലിറ്റി ആണോ? റെസ്പോൺസിബിലിറ്റി ഇമ്പോർട്ടന്റ് ആണോ എന്നാണോ? റെസ്പോൺസിബിലിറ്റീസ് പഠിക്കണം കേട്ടോ. ബൈഹാർട്ട് ചെയ്യണ്ട, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ. 7ാമത്തെ പോയിന്റ് എന്തായിരുന്നു? ലാസ്റ്റ് മിനിറ്റിലോട്ട് മാറ്റി വെക്കരുത്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികൾ അദ്ദേഹം കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞില്ലേ എക്സാമിന് ലാസ്റ്റ് ടൈമിൽ പഠിക്കാതിരിക്കുക. ഓക്കെ, പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാന്ന്, അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യാതിരിക്കാന്ന് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടികൾ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണ് പഠിച്ചത്. then അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ നമ്മുടെ ഈ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് ചാപ്റ്റർ, മേ ബി ഫസ്റ്റ് ഉദ്ദേശിച്ചത് ഞാനെടുത്ത എന്റെ ഫസ്റ്റത്തെ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സിമ്പിൾ ആണോ? സിമ്പിൾ അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? അപ്പൊ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്റർ? കുഴപ്പമില്ലല്ലോ? അത്യാവശ്യം 50 ഞാൻ മാക്സിമം ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ ഇട്ട് തരാറുണ്ട്, മീൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 50% നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആണോ? 50% നിങ്ങൾക്ക് അറിയാം. എന്തെങ്കിലും 10 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യും. ഷുവർ ആണ് അല്ലേ? ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു എക്സാം എടുക്കുകയാണെങ്കിൽ 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 മാർക്ക് നിങ്ങൾ വാങ്ങിക്കുമല്ലോ, ഉറപ്പല്ലേ? ഓക്കെ, നോക്കാം കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് ഓടിച്ചിട്ട് പറയാം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്. ഓക്കെ, അപ്പോ നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് OPD എന്താണെന്ന് നമ്മൾ പഠിച്ചു. പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വരുന്നു, ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നു, അഡ്മിറ്റ് ഒന്നും ആകുന്നില്ല, നമ്മൾ വീട്ടിലേക്ക് പോകുന്നു.
അതിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, റീഹാബിലിറ്റേഷൻ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയണില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയുകയാണേ. പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആണ്, OPDയുടെ ഒബ്ജക്റ്റീവ്സ് നോക്കി. ലൊക്കേഷൻ, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്, ഓർത്തിരിക്കുക കേട്ടോ, എക്സാമിന് ചോദിക്കും. ടേബിൾ, 2 ടേബിളുകൾ നമ്മൾ പഠിച്ചു. ഒരെണ്ണം ഏരിയ, OPDയിലെ ഏരിയകൾ പഠിച്ചു. പേഷ്യന്റിന്റെ ഏരിയയിൽ വരുന്നത് ഏതൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ക്ലിനിക്കൽ ഏരിയ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് 2 ടേബിളും. ഓക്കെ, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് 2 ടേബിൾ. ആ ടേബിളിൽ നിന്ന് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം. ഓക്കെ, എക്യുപ്മെന്റിന്റെ ഒരു ടേബിൾ പഠിച്ചു. ഡയഗ്നോസ്റ്റിക് ഉപയോഗിക്കുന്നത്, തെറാപ്റ്റിക്കുള്ള, മോണിറ്ററിംഗിൽ വരുന്നത്, ഇൻസ്ട്രുമെന്റിൽ വരുന്നത്. പിന്നെ നമ്മൾ നോക്കിയത് എന്താണ്? OPDയുടെ ഫങ്ഷൻസ് ആണ്, എന്തൊക്കെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ. ദെൻ പ്രിവെന്റീവ് ഹെൽത്ത് ആക്ടിവിറ്റീസ്, നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അതെല്ലാം നമ്മൾ പഠിച്ചു. ANC ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ക്രോണിക് ഡിസീസസ് ഏതൊക്കെയാണെന്ന് നോക്കണം. കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഈ 2 ഡിസീസസിന് എക്സാമ്പിൾ നമ്മൾ എഴുതിയിട്ടുണ്ട് ഓൾറെഡി. ക്രോണിക്കിന്റെ അവിടെ ഉണ്ട്, ക്യാൻസർ ഓഫ് ടീത്ത്. ദെൻ നമ്മൾ കമ്മ്യൂണിക്കബിലിറ്റി എഴുതിയിട്ടുണ്ട്, കൊറോണ, നിപ്പ എഴുതിയിട്ടുണ്ട്, കോവിഡ് അല്ലെ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ 2 ടൈപ്പ് OPD നമ്മൾ കണ്ടു, സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും. പിന്നെ നമ്മൾ നോക്കിയത് 3 ടൈപ്പ് ഓഫ് പേഷ്യന്റ്, ജനറൽ, എമർജൻസി, റെഫേർഡ്. എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാനേജീരിയൽ കൺസിഡറേഷൻ എന്തൊക്കെയാണ്. ദെൻ നമ്മളൊരു ഫ്ലോ ചാർട്ട്, ഒരു OPഡിയിലേക്ക് വരുന്ന ഫ്ലോ ചാർട്ട്. പിന്നെ നമ്മൾ ഓർഗനൈസേഷണൽ കോമ്പോണൻസ് നോക്കി, 4 കോമ്പോണൻസ് ആണ്. ദെൻ ലാസ്റ്റ് വൺ നമ്മൾ OPഡിയിലെ പ്രശ്നങ്ങൾ, ജനറൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങളും അത് സോൾവ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സുകൾ നോക്കി. ദെൻ ക്ലിനിക്കൽ റെക്കോർഡ്സുകൾ എന്തൊക്കെയാണ്, 3 ഇയർ ആണ് അവിടെ സൂക്ഷിക്കുന്നത്. ദെൻ ലാസ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ OPD അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടീസ് ആണ് നോക്കിയത്. ദെൻ ലാസ്റ്റ് വൺ ഗസ്റ്റ് റിലേഷൻ ഓഫീസറും അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിച്ചത്, അല്ലെങ്കിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മാക്സിമം ഷോർട്ട് ആയിട്ട് പോയിന്റ് വൈസ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പഠിക്കാൻ. അല്ലെ, ഞാൻ പറഞ്ഞതുപോലെ 50% നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മുടെ ക്ലാസ് കേട്ടോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഷുവർ ആയിട്ട് ഞാൻ പറയാം. ദെൻ മോക്ക് ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതോടൊപ്പം ആ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചുകൂടി പോകാം. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ ഓക്കെ ആണോ ഇപ്പൊ എല്ലാവരും? ഈ ചാപ്റ്റർ കുഴപ്പമൊന്നുമില്ലല്ലോ പഠിക്കാനായിട്ട്. നമ്മളൊരു ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഉണ്ട് നമുക്ക്, ഇൻപേഷ്യന്റ് ഓർ വാർഡ് ആയിരിക്കും നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഔട്ട് പേഷ്യന്റ് ആണല്ലോ നമ്മൾ എടുത്തത്. അപ്പോ ഇനി വരുന്നത് ഇൻപേഷ്യന്റ് എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട് നമുക്ക്. വാർഡ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഇൻ കേസ് ഇൻപേഷ്യന്റ് വേണോ നിങ്ങൾക്ക് വാർഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണോ? ഏതാണ് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാം. ഔട്ട് പേഷ്യന്റിൽ നിന്ന് നേരെ, ഔട്ട് പേഷ്യന്റ് എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നില്ല, ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻപേഷ്യന്റ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന കേസുകളാണ്. ഓക്കെ, ഇൻപേഷ്യന്റ് തന്നെയായിരിക്കും നല്ലത്, കുറച്ചും കൂടി ബെറ്റർ അല്ലെ. അപ്പൊ നമുക്കതൊന്ന് കണക്ട് ചെയ്തൊക്കെ പഠിച്ചു പോകാം അല്ലെ. നിങ്ങളുടെ അഭിപ്രായം കൂടി ചോദിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഇൻപേഷ്യന്റ് എടുക്കാം കേട്ടോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലാസ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട്? എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക്? ഓക്കെ ആണോ എല്ലാവരും? ക്ലിയർ ആണോ ഈ ചാപ്റ്ററില്? ഓക്കെ ആണ് മാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നിങ്ങളൊന്ന് എന്താണ് ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ഒന്ന് വായിക്കാം. ഓക്കെ, ഒരുപാടൊന്നും വായിക്കണ്ട, നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ഇൻപേഷ്യന്റ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഇനി നിങ്ങളുടെ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ അണ്ടർലൈൻ ഒക്കെ ചെയ്ത് പോയിട്ടുണ്ട്. അതിന് നമ്മൾ അണ്ടർലൈൻ ചെയ്ത കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധയോടുകൂടി പഠിക്കാം. ബാക്കി പഠിക്കണ്ടെന്നല്ലോ ഞാൻ പറയുന്നത്, മനസ്സിലാക്കി പഠിക്കാം മാക്സിമം. ഒരുപാട് നമ്മൾ എന്താ പറയാ ബൈഹാർട്ട് ചെയ്യാനായിട്ട് ഞാൻ പറയാറില്ല, കാരണം ഒരുപാട് പോയിന്റ്സ് ഒക്കെ വരുന്നതൊക്കെ ഉണ്ട് ചിലത്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ലാസ്റ്റ് പഠിച്ചത് പോയിന്റ്സ് അധികം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യാം, മാക്സിമം മനസ്സിലാക്കി പഠിക്കാം. മനസ്സിലാക്കിയാൽ നിങ്ങളുടെ മനസ്സിലത് നിൽക്കും.
ദെൻ അത്യാവശ്യം നമ്മൾ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ ആ ഒരു ഓർമ്മ വെച്ചിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണല്ലോ. ഇനി ഔട്ട് പേഷ്യന്റ് നന്നായിട്ട് പഠിക്കുക. കഴിഞ്ഞ ചാപ്റ്റേഴ്സ് അതനുസരിച്ചിട്ട് പഠിച്ചു പോകണം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ Thank you, ma'am. പേഷ്യന്റ് ഒന്ന് നോക്കിയിട്ട് വരിക, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you. Thank you.